ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു 20 നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിയ കാര്യം നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പല വീഡിയോസും നമ്മൾ ഈ ചാനലിലൂടെ തന്നെ കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കോഴിയുടെ വളർച്ചയുടെ പല ഘട്ടങ്ങളും നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കോഴികളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. കോഴികളൊക്കെ മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കോഴികളും ഒന്നും മുട്ടയിട്ടില്ല, എങ്കിലും മിക്ക കോഴികളും മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. വളർന്ന് നല്ല ഉഷാറായിട്ട് തന്നെ ഇരിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന നാടൻ കോഴികളെ അപേക്ഷിച്ച് ഈ കോഴികൾ അല്പം കൂടി വലിപ്പം ഉള്ള കോഴികളാണ്. വലിപ്പമുണ്ട് എന്ന് കരുതി ഈ കോഴികൾ സങ്കര ഇനമൊന്നുമല്ല, നാടൻ കോഴികൾ തന്നെയാണ്. ഇതിനു മുമ്പ് നമ്മൾ ഇത്തരത്തിൽ നാടൻ കോഴികളെ വളർത്തുകയും അവയെ അടവെച്ച് വിരിയിച്ച് കുഞ്ഞുങ്ങളെ ഇറക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ, 2 ആഴ്ച മുമ്പ് നമ്മൾ ചെയ്ത ഒരു വീഡിയോയിൽ നമ്മുടെ കോഴികളും മുട്ടയിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിച്ച് ഇറങ്ങി വരുന്ന ഒരു 1-2 ചെറിയ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കാണുക. നമ്മുടെ കോഴികൾ ആവശ്യത്തിന് തീറ്റയും വെള്ളവുമൊക്കെ കഴിക്കുന്നുണ്ട്. നമ്മൾ 20 നാടൻ കോഴി കുഞ്ഞുങ്ങളെയാണ് വാങ്ങിയത്. അതിൽ 2-3 ചത്തുപോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് നഷ്ടമില്ല. ഉള്ള കോഴികൾ വളരെ ഉഷാറായിട്ട് തന്നെ ഇരിക്കുന്നു. നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ല ഉഷാറായിട്ടാണ് കോഴികളുള്ളത്. നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കുന്നു. നാടൻ കോഴികളാണ്. മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. നാടൻ കോഴികളായതുകൊണ്ട് തന്നെ മുട്ട അധികം വലിപ്പമുള്ളതല്ല, ചെറിയ മുട്ടയാണ്. ചെറിയ മുട്ടയാണെങ്കിലും നല്ല ഗുണമുള്ള മുട്ടയാണ് എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ വളർത്തുന്ന സങ്കര ഇനം കോഴികളെ അപേക്ഷിച്ച് മുട്ടയ്ക്ക് ഗുണം കൂടുതലാണ് എന്നാണ് പറയപ്പെടുന്നത്. നല്ല ഉഷാറായിട്ട് കോഴികൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തണുപ്പ് കാലമൊക്കെ കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ ഇതിൽ ചില കോഴികളെയെങ്കിലുമൊക്കെ അടവെച്ച് കുഞ്ഞുങ്ങളെ വിരിയിക്കണം എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മളിപ്പം കോഴികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ദുബായിൽ നല്ല തണുപ്പ് കാലാവസ്ഥയാണ്. ഇപ്പോൾ ഈ ജനുവരി മാസം കഴിയുകയാണ്. മാർച്ച് മാസത്തോടു കൂടിയൊക്കെ ഈ തണുപ്പ് കാലാവസ്ഥയൊക്കെ മാറി നല്ല ഒരു കാലാവസ്ഥയിലേക്ക് വരും. അപ്പോൾ നമ്മുടെ കോഴികളെ നമ്മൾ അടവെച്ചുങ്ങളെ വിരിയാണ് ഇടുന്നത്. തണുത്ത കാലാവസ്ഥയിൽ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചിറക്കിയാൽ ഈ തണുപ്പിനെ അതിജീവിക്കാൻ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് സാധിക്കില്ല. നമ്മൾ 2 കോഴികളെ അടവെച്ച് വിരിയിച്ചിരുന്നു. അടവെച്ച് വിരിയിച്ചതല്ല, ആ കോഴികൾ തന്നെ മുട്ടയിട്ട് തനിയെ കുഞ്ഞുങ്ങളെ വിരിയിച്ച് ഇറക്കിക്കൊണ്ട് വന്നതാണ്. അതിൽ നിന്ന് തന്നെ കുറേ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. തണുപ്പ് കാലാവസ്ഥ ആയതുകൊണ്ട് അവയെ രക്ഷപ്പെടുത്തിയെടുക്കാനൊക്കെ വളരെ ടാസ്ക്കാണ്. എങ്കിലും നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തിയെടുക്കാനും കൊണ്ട് ശ്രമിക്കുന്നുണ്ട്. ഇനിയും നമ്മൾ എന്തായാലും മാർച്ച് മാസത്തിന് ശേഷമേ അടുത്ത കോഴികളെയൊക്കെ അടവെച്ച് കുഞ്ഞുങ്ങളെ വിരിയിക്കാനെ കൊണ്ട് ആഗ്രഹിക്കുന്നുള്ളൂ. തണുപ്പ് കാലാവസ്ഥയിൽ നമ്മൾ കോഴികളെ അടവെച്ച് വിരിയിച്ചാൽ ഇതാണ് പ്രശ്നം. ചൂട് കാലാവസ്ഥയാണെങ്കിൽ ഒന്നുകൊണ്ടും നമുക്ക് പേടിക്കേണ്ടതില്ല. ആവശ്യത്തിന് വെള്ളവും തീറ്റയും ഉണ്ടെങ്കിൽ കോഴികൾ രക്ഷപ്പെട്ടുകൊള്ളും.